ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ദളപതി 68 ആയിട്ടുള്ള ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ മൂന്നാമത്തെ സിംഗിൾ പാട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. പാട്ട് നിങ്ങളെല്ലാവരും കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒരു ആവറേജ് ഫീൽ പാട്ടായാണ് തോന്നിയിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല, എന്നാൽ മോശം എന്ന് പറയാനും തോന്നിയിട്ടില്ല. പക്ഷെ യുവൻ ശങ്കർ രാജിൽ നിന്ന് കുറച്ചും കൂടി ഒന്ന് എക്സ്പെക്ട് ചെയ്തു. ആ ലെവല് ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ തോന്നിയിട്ടില്ല. മേ ബി വീണ്ടും കേൾക്കുമ്പോൾ തോന്നാൻ നല്ല ചാൻസസ് ഉണ്ട്. അതാണ് എനിക്കിപ്പോൾ ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഇതിലെ ഫസ്റ്റ് പാട്ടും റിലീസ് ചെയ്തപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. ടപ്പങ്കുത്ത് പാട്ടുണ്ടല്ലോ, വിസിൽ പോഡ് എന്ന് പറയുന്ന സോങ്, അത് ഫസ്റ്റ് ടൈം കേട്ടപ്പോഴും വലിയ എയിം തോന്നിയില്ല. പക്ഷെ വീണ്ടും കേട്ട് റിപ്പീറ്റഡ്ലി കേട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫീലിംഗ് തോന്നി. അപ്പൊ അതുപോലെ തന്നെ ഈ പാട്ടും വരാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ പാട്ടിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ അതെല്ലാം സംസാരിക്കാൻ പോകുന്നത്, ഈ സിനിമ കഴിഞ്ഞാൽ, അതായത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം കഴിഞ്ഞാൽ ദളപതിയുടെ വരാൻ പോണ സിനിമ ദളപതി 69 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദളപതി 69 ആരെ ഡയറക്ട് ചെയ്യണമെന്നുള്ള വാർത്തകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഒരു ആളിൽ മാത്രം ആ വാർത്ത കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയിരുന്നു. അത് എച്ച് വിനോദാണ് ദളപതി 69 ഡയറക്ട് ചെയ്യണമെന്നും KVN പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കർണാടക ബേസ്ഡ് പ്രൊഡക്ഷൻ ഹൗസാണ് ആ പടം നിർമ്മിക്കാൻ പോണെന്നും സമന്തിയാണ് ആ സിനിമയിലെ നായികയായിട്ട് വരാൻ പോണെന്നുള്ള വിവരങ്ങളും മ്യൂസിക് ഡയറക്ടറായിട്ട് അനിരുദ്ധ് തന്നെയാണ് വരാൻ പോണെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാർത്തകളൊക്കെ സ്റ്റിൽ അതേപോലെ തന്നെ പോവാണ്. അപ്പൊ ഏറെക്കുറെ അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദളപതി 69 ദളപതി വിജയുടെ അവസാനത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു വാർത്ത വന്നു, ആരാധകർക്ക് സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് ദളപതി 70യും ദളപതി 71 ഒക്കെ സിനിമകളുടെ കഥകൾ കേൾക്കുന്നു എന്ന് പറഞ്ഞിട്ട്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി എന്തായാലും സിനിമ അഭിനയം നിർത്താനുള്ള പ്ലാനിലൊന്നും എനിക്ക് തോന്നുന്നില്ല. പുള്ളി പാർട്ടിയൊക്കെ വലുതാക്കി പാർട്ടിയുടെ ചെയർമാനായി നിന്നുകൊണ്ട് പാർട്ടിയിൽ മത്സരിക്കേണ്ട ആൾക്കാരുകളെ വേറെ ആൾക്കാരെ നിർത്തിയിട്ട് 2026 വരെ പുള്ളി നല്ല നല്ല സിനിമകളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് സിനിമ പാരലായിട്ട് പൊളിറ്റിക്സിന്റെ കൂടെ കൊണ്ടുപോകാനാണ് ചാൻസ്. അങ്ങനെ തന്നെ ചെയ്യാണ് ഏറ്റവും ബെറ്റർ എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്നാലാണ് ആ ഒരു ഫാൻ സ്പിരിറ്റിന്റെ കൂടെ പൊളിറ്റിക്സിന്റെ കാര്യങ്ങളൊക്കെ കൂടി ചേരുമ്പോൾ, പിന്നെ ഫാൻസും സിനിമയും വേണമല്ലോ, ഫാൻസും വേണം, സിനിമയും വേണം, പൊളിറ്റിക്സും വേണം, നല്ല കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ആ ലെവലിൽ തന്നെയാണ് പോകാൻ നല്ല ചാൻസ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യാം. അപ്പോൾ ഇപ്പൊ കേൾക്കുന്ന ലേറ്റസ്റ്റ് വിവരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദളപതി 69ന്റെ ലുക്ക് ടെസ്റ്റ് തുടങ്ങിയെന്നാണ് കേൾക്കുന്നത്. ലുക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് ഗെറ്റപ്പിലാണ് ദളപതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സിനിമയിൽ, അല്ലെങ്കിൽ ഏത് ഗെറ്റപ്പിലാണ് ദളപതി സിനിമയിൽ വരിക എന്നതിനെ പറ്റിയിട്ടുള്ളതാണ് ലുക്ക് ടെസ്റ്റ്. ആ ഗെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് ആ ലുക്ക് ടെസ്റ്റ് തുടങ്ങിയെന്നാണ് പറയുന്നത്. സമന്തയുടെ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. രണ്ടുപേർക്കും ഗെറ്റപ്പിനുള്ള ഒരു പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അടുത്ത് തന്നെ ഈ ഒരു സിനിമയുടെ, അതായത് ദളപതി 69ന്റെ അപ്ഡേറ്റ് അടുത്ത് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഈ വരുന്ന 5-ാം തീയതി, ഇനി ഏറെക്കുറെ 30-32 ദിവസം കൂടി ഉള്ളൂ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റിലീസ് ചെയ്യാണ്ട്, ഒരു മാസത്തിന്റെ അടുത്ത്. അപ്പൊ ആ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ ദളപതി 69ന്റെ അപ്ഡേറ്റ് വരും. അപ്പൊ അതിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അങ്ങോട്ട് കൺഫേം ആക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ദളപതി 69ന്റെ ലുക്ക് ടെസ്റ്റ് നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് മേജർ അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും ഒഫീഷ്യൽ അല്ല, പക്ഷെ എല്ലാം ട്രസ്റ്റഡ് റിസോഴ്സിൽ നിന്നാണ് നമുക്ക് ന്യൂസുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.